സ്റ്റെറിലൈസേഷനും സാനിറ്റൈസേഷനും കുറിച്ചുള്ള ഈ സെക്ഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഈ സെക്ഷനിൽ നിന്നും ആരംഭിക്കാം. സ്റ്റെറിലൈസേഷനും അണുവിമുക്തമാക്കലും സലൂൺ അനുഭൂത നിയന്ത്രണ പ്രകടനങ്ങളിൽ അടിസ്ഥാനത്തെ ഘട്ടങ്ങളാണ്. പരിശീലനം പൂർത്തിയാക്കുമ്പോൾ പരിശീലനാർത്ഥികൾ ഇനി പറയുന്നവ ചെയ്യാനാകും. സ്റ്റെറിലൈസേഷൻ, സാനിറ്റൈസേഷൻ ഉദ്ദേശം അംഗീകരിക്കുക. സ്റ്റെറിലൈസേഷനും സാനിറ്റൈസേഷനും രീതികൾ വരയ്ക്കുക. ആവശ്യമായ ഉപകരണങ്ങളും സാമഗ്രികളും: ആന്റിസെപ്റ്റിക്, ഫോർമലിൻ, സാനിറ്റൈസർ, UV സാനിറ്റൈസർ, ആൽക്കഹോൾ, ബോറിക് ആസിഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ്, ഫുമിഗന്റ്, പാത്രങ്ങൾ, അൾട്രാവയലറ്റ് ഇലക്ട്രിക്കൽ സാനിറ്റൈസർ, ഡ്രൈ അല്ലെങ്കിൽ ക്യാബിനറ്റ് സാനിറ്റൈസർ, സ്റ്റീം പ്രഷർ സാനിറ്റൈസർ, കോട്ടൺ പാഡ്. ശുചീകരണം: എല്ലാ സൂക്ഷ്മാണുക്കളെ അല്ലെങ്കിൽ ചില സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നതിലൂടെ വൃത്തിയാക്കുന്നതിലൂടെയും വസ്തുക്കളെ ശുചിത്വവൽക്കരിക്കുന്ന പ്രക്രിയയാണ് സാനിറ്റേഷൻ അഥവാ ശുചീകരണം. സ്റ്റെറിലൈസേഷൻ: എല്ലാ സൂക്ഷ്മാണുക്കളെയും അവയുടെ ബീജാണുക്കളെയും നശിപ്പിക്കുന്നതിലൂടെ വസ്തുക്കളെ പൂർണ്ണമായും അണുവിമുക്തമാക്കുന്ന പ്രക്രിയയാണ് സ്റ്റെറിലൈസേഷൻ അഥവാ അണുനശീകരണം. ബാക്ടീരിയകളുടെയും മറ്റ് സൂക്ഷ്മാണുക്കളുടെയും വ്യാപന പരിമിതപ്പെടുത്തുന്ന രീതികൾ കൈകാര്യം ചെയ്യുക എന്നതാണ് സ്റ്റെറിലൈസേഷനും സാനിറ്റൈസേഷന്റെയും ലക്ഷ്യം. അണുനശീകരണത്തിനും ശുചീകരണത്തിനും രണ്ട് തരം ഏജന്റുകൾ ഉണ്ട്: ഫിസിക്കൽ ഏജന്റ്, കെമിക്കൽ ഏജന്റ്. നമുക്ക് ഫിസിക്കൽ ഏജന്റിൽ നിന്ന് തുടങ്ങാം. ഫിസിക്കൽ ഏജന്റ് അഥവാ ഭൗതിക വാഹകർ: UV ക്യാബിനറ്റ്, തിളയ്ക്കൽ, ആവി പിടിക്കൽ, ഓസോൺ. കെമിക്കൽ ഏജന്റ് അഥവാ രാസവാഹകർ: അണുനാശിനി, ആൽക്കഹോൾ, ഫോർമലിൻ, ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലെങ്കിൽ ബോറിക് ആസിഡ്. ബാക്ടീരിയകളെയും വൈറസുകളെയും ഇല്ലാതാക്കാൻ ചൂടുള്ള ഈർപ്പം, സ്റ്റീമിംഗ്, വരണ്ട ചൂട് അല്ലെങ്കിൽ അൾട്രാവയലറ്റ് പോലുള്ള ഒരു ഫിസിക്കൽ ഏജന്റ് ഉപയോഗിക്കാം. ഉപകരണങ്ങൾ 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള, അതായത് 112 ഡിഗ്രി ഫാരൻഹീറ്റ് 20 മിനിറ്റ് വെള്ളത്തിൽ തിളപ്പിക്കണം. സലൂണുകളിൽ ഡ്രൈ ഹീറ്റിൽ പാത്രങ്ങൾ അണുവിമുക്തമാക്കുന്നു. സജീവമായ ഫ്യൂമിഗന്റുകൾ ഉള്ള വായു കടക്കാത്ത ചെറുമുറികളാണ് ഡ്രൈ സാനിറ്റൈസറുകൾ. ഈ ചെറിയ മുറികൾ അണുവിമുക്തമാക്കിയ ഉപകരണങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. ബ്യൂട്ടി സലൂണുകളിൽ ഇലക്ട്രിക്കൽ സാനിറ്റൈസറുകളിൽ നിന്നുള്ള അൾട്രാവയലറ്റ് ലൈറ്റ് ഉപയോഗിച്ചാണ് ഉപകരണങ്ങൾ വൃത്തിയാക്കുന്നത്. അൾട്രാവയലറ്റ് വൈദ്യുത സാനിറ്റൈസറുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ചീപ്പുകൾ, ബ്രഷുകൾ, ഉപകരണങ്ങൾ എന്നിവ അണുവിമുക്തമാക്കുന്നു. അണുനാശിനി സൂക്ഷ്മാണുക്കളെ തടയുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. ഹൈഡ്രജൻ പെറോക്സൈഡ്, ഫോർമലിൻ, ആൽക്കഹോൾ, ബോറിക് ആസിഡ് എന്നിവ ചർമ്മത്തിന് അനുയോജ്യമാണ്. സുരക്ഷിതവും ഫലപ്രദമായ അണുനാശിനി അഥവാ ആന്റിസെപ്റ്റിക് ആണ് ഫോർമലിൻ. ഫോർമലിനിൽ 37% മുതൽ 40% വരെ ഫോർമാൽഡിഹൈഡ് അഥവാ ജലത്തിലെ വാതകം അടങ്ങിയിട്ടുണ്ട്. മൂർച്ചയുള്ള മുറിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ ഇലക്ട്രോഡുകളെയും ആൽക്കഹോൾ അണുവിമുക്തമാക്കുന്നു. 70% ആൽക്കഹോൾ നനച്ച കോട്ടൺ പാഡുകൾ പൂർണ്ണ മുനകളുള്ള ഉപകരണങ്ങൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നു. ഇനി ഈർപ്പം ഉപയോഗിച്ചുള്ള സാനിറ്റൈസേഷൻ നടപടിക്രമങ്ങൾ നോക്കാം. എല്ലാ ഉപകരണ സാമഗ്രികളും മുടിയില്ലാത്തതാണെന്ന് ഉറപ്പുവരുത്തുക. അഴുക്ക്, ഗ്രീസ്, എണ്ണ എന്നിവ ഒഴിവാക്കുക. സോപ്പ് വെള്ളം ഉപയോഗിച്ച് ഉപകരണങ്ങളെ കഴുകുക. ഒരു നിശ്ചിത സമയത്തേക്ക് സാനിറ്റൈസർ നിറച്ച് ഒരു പാത്രത്തിൽ മുക്കി ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാം. അടുത്തതായി ഡ്രൈ സാനിറ്റേഷൻ എന്ന വിഷയത്തിലേക്ക് കടക്കാം.
സജീവമായ ഫ്യൂമിഗന്റ് അടങ്ങിയ വായു കടക്കാത്ത ചെറിയ അറയെ ഡ്രൈ ക്യാബിനറ്റ് സാനിറ്റൈസർ എന്ന് വിളിക്കുന്നു. അണുവിമുക്തമാക്കിയ പാത്രങ്ങൾ ഉപയോഗിക്കുന്നവരെ ക്യാബിനറ്റിൽ വൃത്തിയായി സൂക്ഷിക്കുന്നു. ഇനി ഫ്യൂമിനറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 15 മില്ലി ഫോർമലിൻ എടുത്ത് ക്യാബിനറ്റിന്റെ അടിയിൽ ഒരു ചെറിയ ട്രേയിൽ വയ്ക്കുക. ഇത് ഫ്യൂമിനന്റായി ഫോർമാൽഡിഹൈഡ് നീരാവി ഉണ്ടാക്കുന്നു. അടുത്തത് അൾട്രാവയലറ്റ് റേ സാനിറ്റൈസർ. എല്ലാ ഉപകരണങ്ങളും സാമഗ്രികളും മുടിയില്ലാത്തത് എന്ന് ഉറപ്പാക്കുക. കഴുകിയ ഉപകരണ സാമഗ്രികൾ അൾട്രാവയലറ്റ് സാനിറ്റൈസറിൽ കുറച്ചു സമയം വയ്ക്കുക. അൾട്രാവയലറ്റ് സാനിറ്റൈസറിൽ നിന്ന് ഉപകരണങ്ങൾ എടുത്ത് ശുദ്ധമായ വെള്ളത്തിൽ കഴുകി വൃത്തിയുള്ള തോർത്ത് ഉപയോഗിച്ച് ഉണക്കുക. പാത്രങ്ങൾ 25% ഫോർമലിൻ സാനിറ്റൈസർ ലയനിൽ 10 മിനിറ്റ് എങ്കിലും മുക്കി വയ്ക്കുക. ഫോർമലിൻ സാനിറ്റൈസർ തയ്യാറാക്കാൻ ഫോർമാലിൻ 2 ഭാഗം, 5 ഭാഗം വെള്ളവും ഗ്ലിസറിൻ 1 ഭാഗവും ഉപയോഗിക്കുക. 70% ആൽക്കഹോൾ നനച്ച പഞ്ഞി കഷ്ണം കൂർത്ത അറ്റങ്ങളുള്ള ഉപകരണങ്ങൾ വൃത്തിയാക്കാൻ മികച്ചവയാണ്. ഇത് അറ്റങ്ങൾ മൂർച്ചയുള്ളതായി നിലനിർത്തുന്നു. 70% ആൽക്കഹോൾ നനച്ച കോട്ടൺ പാഡുകൾ ഉപയോഗിച്ച് മൃദുവായി ഉരച്ച് ഇലക്ട്രോഡുകൾ അണുവിമുക്തമാക്കുകയും ഇവ ഉപയോഗിക്കുന്നത് വരെ ഉണങ്ങിയ അൾട്രാവയലറ്റ് റേഡിയേഷൻ സാനിറ്റൈസറിൽ വയ്ക്കുകയും ചെയ്യുക. അതേസമയം ക്രിസ്റ്റലുകൾ ആണെങ്കിൽ 2 മുതൽ 5% വരെ ലായൻ കണ്ണുകൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുക. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ദ്രാവിക രൂപത്തിലുള്ള 3 മുതൽ 5% ലോയൽ ചർമ്മത്തിന്റെ ചെറിയ മുറിവുകളിലും ഉപയോഗിക്കുന്നു. എല്ലാ രാസവസ്തുക്കളും തണുത്തതും ഡ്രൈ ആയതുമായ സ്ഥലത്തിൽ സൂക്ഷിക്കുക. എല്ലാ പാത്രങ്ങളിലും പേരെഴുതി സൂക്ഷിക്കുക. എല്ലാ പാത്രങ്ങളും നന്നായി അടച്ചു വെക്കുക. പേരെഴുതി സൂക്ഷിക്കാത്ത പാത്രങ്ങൾ രുചിക്കുകയോ മണക്കുകയോ കുലുക്കുകയോ ചെയ്യരുത്. എല്ലാ ഉൽപ്പന്നങ്ങളെയും ലേബലുകൾ ശ്രദ്ധാപൂർവം വായിക്കുക. രാസവസ്തുക്കൾ കലർത്തുമ്പോൾ ഉപയോഗിക്കുമ്പോഴും നിർമ്മാതാവിന്റെ നിർദ്ദേശം പാലിക്കുക. ഏതെങ്കിലും രാസവസ്തുക്കൾ കളഞ്ഞാൽ ഉടൻ തുടച്ചു മാറ്റുക. രാസവസ്തുക്കൾ കണ്ണിലാകാതെ സൂക്ഷിക്കുക. സലൂണിൽ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് അഥവാ പ്രഥമ ശുശ്രൂഷ കിറ്റ് സൂക്ഷിക്കുക. സമ്മറി: സാനിറ്റൈസേഷനും സ്റ്റെറിലൈസേഷനും കുറിച്ചുള്ള ഈ സെക്ഷനിൽ നമുക്ക് ഇപ്രകാരം സംഗ്രഹിക്കാം. സംക്രമിക രോഗങ്ങളെയും പ്രഭാനം തടയാനുള്ള ഒരു പ്രധാന പ്രക്രിയയുമാണ് സാനിറ്റൈസേഷൻ. ഹൈഡ്രജൻ പെറോക്സൈഡ്, ഫോർമലിൻ, ആൽക്കഹോൾ, ബോറിക് ആസിഡ് എന്നിവ ചർമ്മത്തിനും മൃദുവാവും സുരക്ഷിതവുമാണ്.